നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വാട്സപ്പിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫീച്ചറാണ് വാട്സപ്പ് സ്റ്റിക്കേഴ്സ്. പലരും ആ വാട്സപ്പ് സ്റ്റിക്കർ എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളതിൽ തപ്പിത്തപ്പി നടപ്പുണ്ട്. എങ്കിലും നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇപ്പോൾ ആൻഡ്രോയിഡ് ഡയറക്റ്റായിട്ട് ആ ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൻ്റെ ബീറ്റ വേർഷൻ, അതായത് ഡെവലപ്പേഴ്സിന് ടെസ്റ്റ് ചെയ്യാനുള്ള വേർഷന് മാത്രമാണ് ഇപ്പോൾ വാട്സപ്പ് സ്റ്റിക്കർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് വാട്സപ്പ് സ്റ്റിക്കർ ആപ്പുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വാട്സപ്പ് സ്റ്റിക്കർ ലഭ്യമാകാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വാട്സപ്പ് ബീറ്റ APK നമുക്ക് APK മിറർ എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനത് കാണിച്ചു തരാം. ബ്രൗസർ എടുക്കുക, അതിൽ APK മിറർ എന്ന സൈറ്റ് എടുത്തു. അതിൽ ഞാൻ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ വേർഷനുണ്ട്. നവംബർ 3 റിലീസ് ചെയ്തതാണ്. അത് ഡെവലപ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വാട്സപ്പ് മെസ്സഞ്ചർ ബീറ്റ വേർഷൻ എടുക്കുന്നു. ഇതിൽ അവർ ആ വേർഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേർഷൻസ് നോക്കാം. ഇവിടെ വേരിയൻറ്റ് 2.18 ഉണ്ട്. അതെടുക്കുന്നു. ഇവിടെ ഡൗൺലോഡ് APK എന്നുള്ളത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ വാട്സപ്പ് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന മറ്റൊരു ആപ്പാണ് വാട്സപ്പ് മലയാളം സ്റ്റിക്കേഴ്സ്. ഇതിലവർ എങ്ങനെയാണ് വാട്സപ്പിലേക്ക് ഇമേജസ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവർ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൂടുതലൊരു ഫീച്ചറായിട്ട് മംഗ്ലീഷ് കീബോർഡും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മലയാളം സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ 3 പാക്കറ്റാണ് ഇപ്പോൾ റൈറ്റ് നൗ അവൈലബിൾ ആയിട്ടുള്ളത്. അവർ വേറെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സലീം കുമാറിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതെൻ്റെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദശമൂലം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യണം എന്ന് നോക്കാം. ഇവിടെ ആഡ് ടു വാട്സപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആഡ് ചെയ്താൽ നമ്മുടെ വാട്സപ്പിലേക്ക് അത് ആഡ് ആകുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പ് എടുത്ത് നോക്കാം. വാട്സപ്പ് എടുത്തു, ഒരു ചാറ്റ് വിൻഡോ എടുക്കുന്നു. ഇതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള സ്മൈലിയിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള ഈ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ ഇവിടെ കാണാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിക്കേഴ്സുകൾ സെൻഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ടാപ്പ് മതി. നമുക്ക് മെസ്സേജുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതേപോലെ ആ കൂട്ടുകാരന് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്കും തിരിച്ച് നമുക്ക് ഇത് അയക്കാവുന്നതാണ്. എല്ലാം സ്റ്റിക്കേഴ്സുകൾ അവൈലബിൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതായത് ഡെവലപ്പേഴ്സിന് ടെസ്റ്റ് ചെയ്യാനും എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ തിരുത്താനും വേണ്ടിയിട്ടുണ്ട്. സോ ചില ഫോണുകളിൽ ചിലപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചിലപ്പം വാട്സപ്പ് സ്റ്റക്കാകാം. അത് അവർ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഒറിജിനൽ വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ആപ്പ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു.